Hi friends, OSN Math Club's പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ കൊറോണയുടെ ഇഷ്യൂ കാരണം ഒരുപാട് പ്രധാനപ്പെട്ട എക്സാമുകൾ നീക്കിവെക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യം നടക്കേണ്ടതുമായിരുന്ന ഒരു എക്സാമാണ് ഫയർമാൻ. ഡേറ്റ് ഒക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്തതായിരുന്നു, പക്ഷെ ഈ ഒരു ഇഷ്യൂ കാരണം വീണ്ടും മാറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഒക്കെ മാറിയതിന് ശേഷം ആദ്യം ഉണ്ടാകുന്ന എക്സാം ഫയർമാന്റെ ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻപ് നടന്ന ഫയർമാന്റെ മാത്സ് ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 1.8 plus 3.4 divided by 0.2 minus 0.6 into 0.3. Find the value of this എന്നാണ്. അതിന്റെ ഓപ്ഷൻ തന്നിരിക്കുന്നത് 3.50, 18.62, 3.32 മൈനസ് 3.32. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു ബോർഡ് മാസ് പ്രോബ്ലം ആണ്. ബോർഡ് മാസ് പ്രോബ്ലത്തിൽ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് 3.4 divided by 0.2 ആണ്. ഡെസിമൽ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ എളുപ്പ വഴിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതൊന്ന് കയറി കാണുക. അപ്പൊ ഇവിടെ 3.4 divided by 0.2 ആണ്. അപ്പൊ ഇവിടെ രണ്ടും ഒരു ദശാംശ സ്ഥാനമാണ്, അതുകൊണ്ട് നേരെ നമുക്ക് ഡിവൈഡ് ചെയ്ത് അതൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ 34/2 എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. അപ്പൊ ഒരേ ദശാംശ സ്ഥാനമാണെങ്കിൽ ദശാംശ സ്ഥാനം ഇല്ല എന്ന് കരുതി സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോ 1.8 പ്ലസ് ഇത് 17 എന്ന് കിട്ടും. മൈനസ് അടുത്ത ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 0.6 into 0.3. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും ആ ഡെസിമൽ മാറ്റിയിട്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 3 18 എന്ന് കിട്ടും. അപ്പോ രണ്ടിലും കൂടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് നോക്കുക. അത്രയും ഡെസിമൽ പ്ലേസസ് ആൻസറിൽ നൽകുക. അപ്പൊ ഇവിടെ 1, 2 സ്ഥാനങ്ങളാണ് ഉള്ളത്. അപ്പൊ ആൻസറിൽ 2 സ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ 0.18 എന്ന് വരും. ഓക്കെ, ഇനിയിപ്പോ ഇത് തമ്മിൽ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഇത് കുറയ്ക്കണം. 17ന്റെ കൂടെ 1.8 കൂട്ടുക. മനസ്സിൽ കൂട്ടാവുന്നേ ഉള്ളൂ. 17 1 18.8 കൂടെ ചേരുമ്പോൾ 18.8 മൈനസ് 0.18. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം. 18.8 മൈനസ് 0.18. ഡെസിമൽ നമ്പേഴ്സിന്റെ എല്ലാ ഓപ്പറേഷനും നമ്മൾ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇവിടെ ഞാൻ 0 ഇട്ട് കൊടുക്കുകയാണ്. 0യിൽ നിന്ന് അല്ലെങ്കിൽ 10 ആക്കുന്നു. 10ൽ നിന്ന് 8 പോകുമ്പോൾ 2 എന്ന് വരുന്നു. പിന്നെ ഇവിടെ 7 ഉണ്ടാവുള്ളൂ. 7ൽ നിന്ന് 1 പോകുമ്പോൾ 6 എന്ന് വരുന്നു. പോയിന്റ് ഇടുക. ബാക്കിയുള്ളത് ഇവിടെ 8 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ 18.62 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ: 2/5 of a rupee is equal to ഡാഷ് പൈസ. അതായത് ഒരു രൂപയുടെ 5ൽ 2 എത്ര പൈസയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷനുകൾ ഇതാണ്: 40, 20, 100, 50. അപ്പോ ഒരു രൂപയെ നമ്മൾ പൈസയിലേക്ക് മാറ്റുമ്പോൾ 100 പൈസയാണ്. ആൻസറുകൾ പൈസയിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു രൂപയെയും പൈസയിലേക്ക് മാറ്റിയത്. അതിന്റെ 5ൽ 2 എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5ൽ 5 ഒരു തവണയാണുള്ളത്. 10ൽ 5 2 തവണയല്ലേ? അപ്പൊ 100ലാകുമ്പോൾ 20 തവണ ഉണ്ടാവും. 20 into 2 സമം 40 പൈസ എന്നാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: 8 raised to x minus 1 is equal to 2 raised to x plus 5. Then x. അതിന്റെ ഓപ്ഷനുള്ള 2 ഉണ്ട്, 4 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 8 raised to x minus 1 is equal to 2 raised to x plus 5. ഇതിൽ എക്സിന്റെ വില കാണാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ബേസുകൾ ഈക്വൽ ആക്കണം. ബേസ് ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ 8നെ 2 ക്യൂബ് എന്ന് ഇടും. 2ന്റെ ക്യൂബാണ് 8. അപ്പൊ 2 ക്യൂബ് the whole raised to x minus 1 is equal to 2 raised to x plus 5 എന്ന് വരും. അപ്പൊ ഇത് a raised to m the whole raised to n എന്നുള്ള ഫോമാണ്. a raised to m the whole raised to n, a raised to m into n ആണ്. അപ്പോൾ 2 raised to 3 into x minus 1 is equal to 2 raised to x plus 5 എന്ന് വരുന്നു. ഇനി ഇത് അകത്തേക്ക് വരുമ്പോൾ 2 raised to 3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 raised to 3x minus 3 is equal to 2 raised to x plus 5 എന്ന് വരുന്നു.
അപ്പോൾ ഇപ്പോൾ ബേസുകൾ രണ്ടും ഈക്വൽ ആയി. നമുക്ക് പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 3x - 3 is equal to x plus 5 എന്ന് വരുന്നു. എക്സുകളെ ഒരു സൈഡിലേക്ക് നമ്പറുകളെ മറു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 3x പ്ലസ് എക്സ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -6 ആയി. 5 അതുപോലെ തന്നെ എഴുതി. -3 അപ്പുറം ചെല്ലുമ്പോൾ +3 ആയി. 3x-ൽ നിന്ന് ഒരു x പോയാൽ 2x ആണ്. 2x = 5 3 എത്രയെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x is equal to 8/2. ആൻസർ 4. The average of 5 items is x and each item is increased by 4. Which is the new average? അതിന്റെ ഓപ്ഷൻ 4x ഉണ്ട്, 5 + x ഉണ്ട്, x + 4 ഉണ്ട്, 5x ഉണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 ഐറ്റങ്ങളുടെ ആവറേജ് x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ എല്ലാ ഐറ്റവും 4 വീതം ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എത്ര? അതൊരു സിമ്പിൾ ലോജിക്കാണ്. ഒരു ഗ്രൂപ്പിലെ എല്ലാ നമ്പറുകളും ഒരു നിശ്ചിത സംഖ്യ വീതം കൂടുകയോ കുറയുകയോ ചെയ്താൽ ആവറേജിനും അതേ മാറ്റമായിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇപ്പോൾ 4 കൂടി എന്ന് പറഞ്ഞാൽ പുതിയ ആവറേജ്, ഇപ്പോഴത്തെ ആവറേജ് x ആണ്, അതിന്റെ കൂട്ടത്തിൽ ആ 4 അങ്ങ് കൂട്ടിയാൽ മതി. എല്ലാ നമ്പറും മാറുമ്പോൾ ആവറേജും അതുപോലെ തന്നെ മാറും. ഇപ്പൊ 3 കുറഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ പുതിയ ആവറേജ് എത്രയാവും? x - 3. 1 കുറഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ x - 1. 10 കൂടി എന്നാണ് പറയുന്നതെങ്കിൽ x + 1. ശ്രദ്ധിക്കുക, ഒരു ഗ്രൂപ്പിലെ എല്ലാ നമ്പറുകൾക്കും ഒരേപോലെ ഉണ്ടാകുന്ന മാറ്റം ആവറേജിനും ഉണ്ടാവും. ഓക്കെ, സിമ്പിൾ ലോജിക്കാണ്. ഇതാണ് the angles in a triangle are in the ratio 1:2:3. The possible values of angles are. അതിന്റെ ഓപ്ഷനുകൾ 10 20 30 30 45 90 45 45 90 30 30 60 90. അതായത് ഒരു ത്രികോണത്തിലെ 3 കോണുകൾ 1:2:3 എന്നുള്ള റേഷ്യോയിലാണ് എങ്കിൽ ആ ത്രികോണത്തിലെ 3 കോണുകൾ ആകാവുന്നത് ഇവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത് 3ഉം കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആകത്തില്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് ഇപ്പോഴേ ഒഴിവാക്കാം. ചിലര് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ 1:2:3 വരും. ശരിയാണ്, 1:2:3 എന്നുള്ള റേഷ്യോ ആണ്. പക്ഷെ റേഷ്യോ മാത്രം ആയാൽ പോരല്ലോ. ഒരു ത്രികോണത്തിലെ 3 കോണുകളാകണമെങ്കിൽ അത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരികയും വേണം? 180 വരികയും വേണം. അതുകൊണ്ട് അങ്ങനെ വരാത്തത് കൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കി. ഇതും നിങ്ങൾ കൂട്ടി നോക്കുക, 180 വരില്ല, നമ്മൾ അതിനെയും ഒഴിവാക്കി. പക്ഷെ ഇത് കൂട്ടുമ്പോഴും 180 വരും, ഇത് കൂട്ടുമ്പോഴും 180 വരും. അപ്പൊ ഇതിന് രണ്ടിനും മാത്രമേ ചാൻസ് ഉള്ളൂ. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്താൽ 45-ൽ 45 ഒരു തവണ, 45-ൽ 45 ഒരു തവണ, 90-ൽ 45 2 തവണ. അപ്പൊ എന്ത് വരും റേഷ്യോ? 1:1:2 വരും. ഇതാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 0 0 0 കട്ട് ചെയ്യുന്നു. 3-ൽ 3 ഒരു തവണ, 6-ൽ 3 2 തവണ, 9-ൽ 3 3 തവണ. 1:2:3 എന്നുള്ള റേഷ്യോയും വന്നു. തമ്മിൽ കൂട്ടുമ്പോൾ 180 വരികയും ചെയ്യുന്നു. അപ്പൊ ആൻസർ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, a person sells 36 orange per rupee and incurs a loss of 4%. Find how many per rupee to be sold to have a gain of 8%. അതായത് ഒരാൾ 1 രൂപയ്ക്ക് 36 ഓറഞ്ചുകൾ വിറ്റപ്പോൾ അയാൾക്ക് 4% നഷ്ടം സംഭവിച്ചു. 8% ലാഭം സംഭവിക്കണമായിരുന്നെങ്കിൽ 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം? ഓപ്ഷനുകൾ 30 28 32 34. ഞാൻ ഇതിനൊരു ഷോർട്ട് കട്ട് കാണിച്ചു തരാം. ഇവിടെ 1 രൂപയ്ക്ക് വിറ്റ ഓറഞ്ചുകളുടെ എണ്ണം എന്നുള്ളത് 36 ആണ്. ഇനി പെർസെന്റേജിലെ ഒരു കാര്യം, പ്രോഫിറ്റ് പെർസെന്റേജ് തന്നിരിക്കുന്നു. എത്രയാണ്? 8% പ്രോഫിറ്റ് ഉണ്ടാകണം അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന നമ്പറായിട്ട് 108 എടുക്കുക. അതായത് എല്ലാ ഫുൾ പെർസെന്റേജ് എന്ന് പറയുന്നത് 100%. അതിലെ ഗെയിൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടുക, ലോസ് ആണെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് ഇവിടെ വേണ്ടത് 108 എന്ന് എടുക്കുക. ലോസ് പെർസെന്റേജ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് 4% ആണ്. 4% ആകുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന നമ്പറായിട്ട് 96 എടുക്കുക. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എളുപ്പ വഴിയാണ് കാണിച്ചിരുന്നത്. എന്നിട്ട് നിങ്ങൾ ഈ 1 രൂപയ്ക്ക് വിറ്റ എണ്ണം എഴുതുക. അതിനെ ഉണ്ടാകേണ്ട ലാഭം 108 അല്ലെങ്കിൽ 8% ലാഭമാണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഉണ്ടായിരുന്ന നഷ്ടം 4%. അതുകൊണ്ട് അതിനെ 96 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു ക്രിയ ഓർത്തിരിക്കുക. 6 വെച്ചിട്ട് കട്ട് ചെയ്താൽ നമുക്ക്
36 6 തവണയാണ്. 108 6 18 തവണയുണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 6 6 ഒരു തവണ, 18 6 3 തവണ, 96/3 വരും. 96/3 32. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If a is equal to 1, b is equal to 2, then which is the value of a raised to b plus b raised to a? ഓപ്ഷനുകൾ 3, 4, 5, 6. ഇവിടെ a is equal to 1 എന്ന് തന്നിരിക്കുന്നു, b is equal to 2 എന്ന് തന്നിരിക്കുന്നു. ചോദിച്ചിരിക്കുന്നത് a raised to b plus b raised to a, അതായത് 1 raised to 2 plus 2 raised to 1 എത്രയാണെന്നാണ്. സിമ്പിൾ ആണ്. 1 raised to 2 1 ആണ്, 2 raised to 1 2 ആണ്. അപ്പോൾ 1 plus 2 3 ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A certain sum of money amounts to 5/4 itself in 5 years. Find the right percentage per annum. അതായത് ഒരു നിശ്ചിത തുക 5 വർഷം കൊണ്ട് 4/5 കൂടി, അല്ലെങ്കിൽ 5/4 ആയിട്ട് ഉയർന്നു എങ്കിൽ അതിന്റെ പലിശ നിരക്ക് എത്രയാണെന്നാണ്. ഇത് സാധാരണ പലിശയാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഏത് പലിശ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ സാധാരണ പലിശയാണ് എടുക്കുക. അതിന്റെ ഓപ്ഷനുകൾ 9%, 7%, 12%, 5%. ഞാനിതൊരു ഇക്വേഷന്റെ സഹായം, നമുക്കറിയാം സാധാരണ പലിശയുടെ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷന്റെ ഒന്നും സഹായം ഇല്ലാണ്ട് ലോജിക്ക് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ ശ്രദ്ധിച്ചോളുക. തുക നമ്മൾ ജസ്റ്റ് 100 ആണെന്ന് എടുത്തത്, ശതമാനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് 100 എന്നെടുത്തത്. 5 വർഷം കൊണ്ട് ഈ തുക എത്രയാകുന്നു എന്നാ പറയുന്നത്? ഇതിന്റെ 5/4 ആകുന്നു. അപ്പോൾ 5/4 ഓഫ് 100 എന്ന് പറയുന്നത് 5/4 × 100 എന്ന് എഴുതിയാൽ 4 ൽ 4 ഒരു തവണ, 100 ൽ 4 25 തവണ. അപ്പോൾ 5 × 25 125. അതായത് 100 രൂപ നമ്മൾ നിക്ഷേപിച്ചപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ്, ആഫ്റ്റർ 5 years, 5 വർഷം കഴിഞ്ഞപ്പോൾ അത് എത്രയായിട്ട് മാറി? 125. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ പലിശ എത്ര രൂപയാണ്? 25 രൂപയാണ്. ശരിയല്ലേ? അതായത് 100 രൂപയ്ക്ക് 5 വർഷം കിട്ടിയ പലിശ 25 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര രൂപ കിട്ടിക്കാണും? 5 രൂപ കിട്ടിക്കാണും. 100 രൂപയ്ക്ക് 5 വർഷം 25 രൂപ കിട്ടിയെങ്കിൽ 100 രൂപയ്ക്ക് ഒരു വർഷം 5 രൂപ കിട്ടിക്കാണും. ഈ 100 രൂപയ്ക്ക് ഒരു വർഷം കിട്ടുന്ന പലിശയാണ് എന്ത് വിളിക്കുന്നത്? പലിശ നിരക്ക് അഥവാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ R is equal to 5%. ഓക്കെ, ഇക്വേഷൻ ഇട്ടാലും ഇത് തന്നെ കിട്ടും. ഞാൻ ജസ്റ്റ് ലോജിക്ക് വെച്ചിട്ട് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If x% of 24 is 64, find x. അതിന്റെ ഓപ്ഷൻ 66 and 2/3, 266 2/3, 37 1/2, 133 1/3. അതായത് x% of 24ന്റെ x ശതമാനമാണ് 64 എങ്കിൽ x എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ x is equal to 64 into 100 divided by 24. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യും. 2 വെച്ചിട്ട് കട്ട് ചെയ്താൽ ഇവിടെ 12 ടൈംസ്, ഇവിടെ 32 ടൈംസ്. വീണ്ടും 2 വെച്ചിട്ട് കട്ട് ചെയ്താൽ ഇവിടെ 6 ടൈംസ്, ഇവിടെ 16 ടൈംസ്. 6ൽ 2 3 തവണ, 16ൽ 2 8 തവണ. അപ്പോൾ 8 × 100 ഉണ്ട് ഇവിടെ, 800/3 വരും. ഇതിനെ നമുക്കിനി കട്ട് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്തിരിക്കണം. 800നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3 6, 2 0, 6 3 18, വീണ്ടും ശിഷ്ടം 2, 6 3 18 കഴിഞ്ഞിട്ട് താഴത്തെ ശിഷ്ടം 2 വരും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് 266 ആൻസർ കിട്ടി. ഡിവൈഡ് ചെയ്ത നമ്പർ 3 ആണ്. ശിഷ്ടം നമുക്ക് കിട്ടിയത് 2 ആണ്. അപ്പോൾ 266 3ൽ 2 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A cylinder with base radius 8 cm and height 2 cm is melted into form a cone of height 6 cm. Find the radius of the cone. അതായത് ഇവിടെ 8 സെന്റിമീറ്റർ ആരവും 2 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ഉരുക്കിയിട്ട് 6 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു കോണാക്കി മാറ്റുകയാണ് എങ്കിൽ ആ കോണിന്റെ ബേസ് റേഡിയസ് എത്രയാണെങ്കിൽ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷനുകൾ 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ. ഇതൊരു ജിയോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഘനരൂപം ഉരുക്കി മറ്റൊരു ഘനരൂപം ഉണ്ടാക്കുകയാണ്. ഒരു സോളിഡ് ഉരുക്കിയിട്ട് മറ്റൊരു സോളിഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ഇങ്ങനെ ഒരെണ്ണം ഉരുക്കി മറ്റൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ വോളിയങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആദ്യത്തെ വോളിയവും രണ്ടാമത്തെ വോളിയവും സെയിം ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ്
സിലിണ്ടർ ആണ്. രണ്ടാമത്തെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് കോൺ ആണ്. ഇതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ πr²h എന്നാണ്. കോണിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 1/3 πr²h. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൈ ഇൻറ്റു നമുക്ക് സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് വന്നിരിക്കുന്നത് 8 ആണ്. അപ്പോൾ 8 ഇൻറ്റു ഹൈറ്റ് വന്നിരിക്കുന്നത് 2 = 1/3 ഇൻറ്റു പൈ ഇൻറ്റു അതിന്റെ റേഡിയസ് വന്നിട്ടില്ല. റേഡിയസ് ആണ് നമുക്ക് കാണേണ്ടത്. r² ആണ് കാണേണ്ടത്, r ആണ് കാണേണ്ടത്. അതിന്റെ ഹൈറ്റ് തന്നിരിക്കുന്നത് 6 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഈ പൈ ക്യാൻസൽ ചെയ്ത് കളയാം. പൈ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ r² മാത്രം ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരെയും നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 8 × 8 × 2 കൊണ്ട് 3 മുകളിലേക്ക് വരും. ഞാൻ ലെഫ്റ്റ് സൈഡിൽ അത് എഴുതുവാണ്. 3 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. 6 മുകളിലാണ്, അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ താഴെയാവും. ഇനി ശ്രദ്ധിച്ചോളാം, ഈ 3 × 2 ഇവിടെ ഒരു 6 ഉണ്ട്. ആ 6ഉം താഴത്തെ 6ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ r² = 8 × 8 എത്രയാണ്? 8². r² = 8 ആണ്. അങ്ങനെയാണെങ്കിൽ r = 8² ആണ്. അപ്പോൾ r = 8 എന്ന് വരും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 2017 നടന്ന ഫയർമാൻ എക്സാമിന്റെ 20 മാത്സ് ക്വസ്റ്റ്യനിൽ 10 എണ്ണമാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.